ഏറ്റുവാങ്ങുന്നു. വിവിധ വിഭാഗങ്ങളിലായി 52 അവാർഡുകളാണ് ഇന്ന് സമ്മാനിക്കുന്നത്. ഒപ്പം കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും ഇന്ന് ഈ വേദിയിൽ. ഷാജി എൻ കരുൺ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ കടും നിറത്തിൽ അടയാളപ്പെടുത്തിയ സംവിധായകൻ. കാൻ ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി 3 ചിത്രങ്ങൾക്ക് സെലക്ഷൻ നേടിയ ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാൾ. ഇരുളും വെളിച്ചവും കലർന്ന ഫ്രെയിമുകളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ രൂപഭാവങ്ങൾ അപ്രപാളിയിൽ സസൂക്ഷ്മം പകർത്തിവെച്ച ഛായാഗ്രാഹകൻ. ജി അരവിന്ദന്റെ ക്യാമറാമാൻ എന്ന നിലയിൽ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മക ഊർജം പകർന്ന ചലച്ചിത്ര പ്രതിഭ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. 70ഓളം ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി. കാൻ ചലച്ചിത്രമേളയിൽ പാം ഡോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം, കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം, കുട്ടിശ്രാങ്ക്, സ്വപാനം, നിഷാദ്, ഓള് എന്നിവയാണ് പ്രധാന സിനിമകൾ. സംവിധാനത്തിന് 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച് അദ്ദേഹം മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡും 3 സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടിത്തന്ന ശ്രീ ഷാജി എൻ കരുണിന് 2023 കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് നൽകി ആദരിക്കുന്നു. JC ഡാനിയൽ അവാർഡ് സമ്മാനിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 5 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സംവിധായകൻ ശ്രീ ഷാജി എൻ കരുണിനെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ പേരിലുള്ള പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ സർവാദരം ഇന്ന് മലയാള സിനിമ ഉള്ളൊഴുക്ക് മികച്ച. ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് വരാം. ആവിഷ്കാരത്തിന് അതുകൊണ്ടാണ് ഞാൻ അടക്കം നീട്ടി വെച്ചത്. ചെങ്ങാനോട് നടനുള്ള പുരസ്കാരം നേടി സുകുമാരനെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഈ സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദീപ്തമായ അഭിമാനത്തിന്റെ ചാരിതാർത്ഥ്യത്തിന്റെ ഒരു നിമിഷം തന്നെയാണിത്. ശ്രീ JC ഡാനിയലിന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ മുൻപിലത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ JC ഡാനിയലായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക്. അപ്പോൾ ആ ഒരു കൗതുകം കൂടി രസകരമായൊരു കൗതുകമായിട്ട് തോന്നി. ആടുജീവിതം എന്ന അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിന്റെ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു മൂന്നാംകട കച്ചവട സിനിമയെന്ന് സാധാരണ അന്നത്തെ വളരെ എന്താ പറയുക ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കില്ല എന്ന്. താങ്ക് യു സോ മച്ച്.